വിസ്മയ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റും അതിൽ കലിപൂണ്ട സംഘിക്കൂട്ടങ്ങളും വീണ്ടും വാർത്തയാകുന്ന രാഷ്ട്രീയ പകലുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതിഷേധക്കാരെ ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ശക്തമായി അടിച്ചമർത്തിയത് ജനാധിപത്യ രീതിയല്ല, ഈ നാടിന്റെ പോസിറ്റീവ് കാര്യങ്ങളല്ല, ഡെമോക്രാറ്റിക് സംസ്കാരമല്ല കാണിക്കുന്നത് എന്ന് നിരവധി സിനിമാ പ്രവർത്തകർ, അഭിനേതാക്കൾ, പിന്നണി പ്രവർത്തകർ ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ വികാരമായി നിലപാട് അറിയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ടോവിനോയെ, കുഞ്ചാക്കോയെ ഒക്കെ മാറ്റി നിർത്തി, ആസിഫ് അലിയെ ഒക്കെ മാറ്റി നിർത്തി വിസ്മയ മോഹൻലാൽ മാത്രം വലിയ സൈബർ അറ്റാക്കിങ്ങിന് ഇരയാകുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഈ നാട്ടിൽ മോഹൻലാലിനെ സംഘിയായി സ്വയം വാഴിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം BJP ഹിന്ദു സംഘപരിവാർ അജണ്ട വീണ്ടും പുറത്തു വരുന്നത്. നാടിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ എന്ന് പറയുന്ന അവരുടെ ബിംബത്തിന് ഒരു കാരണവശാലും മോദിയെ, സംഘപരിവാറിനെ, BJPയെ, RSSനെ, ഹൈന്ദവ രാഷ്ട്രീയത്തെ എതിർക്കാനുള്ള ഒരു അവസരം ഇവർ അനുവദിച്ചു നൽകുന്നില്ല. അതുകൊണ്ടാണ് എമ്പുരാനിൽ കേരളം, ഈ രാജ്യം കാണാത്ത ഏറ്റവും വലിയ സൈബർ അറ്റാക്കിങ്ങിന് മോഹൻലാൽ വിധേയനായി പോയത്. മറന്നിട്ടില്ലല്ലോ കേരളവും ഈ നാടും ഈ രാജ്യവും. പൃഥ്വിരാജ് സുകുമാരനെ അധിക്ഷേപിച്ചതുപോലെ ആന്റണി പെരുമ്പാവൂരിന് വന്നു നിന്ന് പറയേണ്ടി വന്നു, എമ്പുരാനിന്റെ കഥ കേൾക്കാതെയാണ് ലാലേട്ടൻ ആ സിനിമയിൽ അഭിനയിച്ചത് എന്ന മണ്ടത്തരം പോലും പറയേണ്ടി വന്നു. കാരണം കാടടച്ചുള്ള വെടിവെപ്പാണ്, എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയം ഇത്രമേൽ ശക്തമായി പറഞ്ഞ സിനിമയിൽ നിലപാടുള്ള നട്ടല്ലോടെ നായകനായി അഭിനയിച്ച, തൻ്റെ ബിസിനസ് വാല്യൂ, തൻ്റെ സ്റ്റാർ കാസ്റ്റ് എവിടെയാണ് കിടക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ആ നടൻ അഭിനയിക്കാൻ കാണിച്ച നട്ടല് ഇന്നും മലയാളിയുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മകൾ കൃത്യമായി രാഷ്ട്രീയത്തിൽ നിലപാട് പറയുമ്പോൾ വേണ്ട, നിന്റെ അച്ഛൻ, നിന്റെ പിതാവിന് അവാർഡ് കിട്ടാത്തത് കൊണ്ടാണോ? പഴയ എമ്പുരാൻ സിനിമയെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പൃഥ്വിരാജിന് വന്നത് നിന്റെ അച്ഛനും വരാതിരിക്കണമെങ്കിൽ നീ കരുതിയിരുന്നോ എന്ന് പറഞ്ഞ് വിസ്മയെ അറ്റാക്കിങ്ങിലേക്ക് ഇടുകയാണ്. വിസ്മയ മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ ഇവരൊക്കെ അവരുടെ നിലപാടുകൾ പറയാൻ ഒരു അല്പം പോലും ശങ്ക കാണിക്കാത്തവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ 3.0 കടന്നു പോകുന്ന പരിപാടിയിൽ, അതിന്റെ ഒരു പ്രകടന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ കാർമ്മിയായി പങ്കെടുത്തത്. അതുപോലെ തന്നെ VD സതീശന് പറവൂരിലെ ജനാവലി സ്വീകരണം നൽകുമ്പോൾ അവിടെയുമുണ്ട് മോഹൻലാൽ. അങ്ങനെ എല്ലാവരോടും കൺസീവ് ചെയ്യുന്ന, വളരെ ഡെമോക്രാറ്റിക്കായി, ഡിപ്ലോമാറ്റിക്കായി നിലപാടെടുത്തു പോകുന്ന മലയാളത്തിന്റെ മഹാനടൻ, അദ്ദേഹത്തിന്റെ മകൾ ഈ നാട് വിറങ്ങലിച്ചു പോയ വലിയ പ്രതിഷേധത്തിനെ ആൾക്കൂട്ടാക്രമണത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയ കേന്ദ്ര സർക്കാരിനെതിരെ 2 വരി ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ അവരുടെ നിലപാടായി, ആവിഷ്കാര സ്വാതന്ത്ര്യമായി കുറിച്ചപ്പോൾ സംഘപരിവാറിന് പൊള്ളുന്നതുകൊണ്ടാണ്. ഒരിക്കൽ കൂടി ഇൻവേർട്ടഡ് കോമയിൽ കൊട്ടേഷൻ ഇട്ട് പറയുന്നു, മോഹൻലാൽ ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ വക്താവല്ല. ഈ നാടിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് മലയാളിയുടെ സംസ്കാരത്തെയാണെന്ന് ഉത്തമ ബോധ്യമുള്ള മലയാളത്തിന്റെ ലാലേട്ടനാണ് അദ്ദേഹം.